പാതിരാത്രിക്ക് ഒരു കൊറിയർ മധുരം. പാതിരാത്രി എന്നത് അല്പം അതിശയോക്തിയാണ് കേട്ടോ. 8:30-9 മണി സമയമായി കാണും. സിറ്റൗട്ടിൽ ഫോണിൽ നോക്കിയിരുന്നപ്പോഴാണ് ഒരു കൊറിയർ വന്നത്. എനിക്കൊന്നും കിട്ടാനില്ലല്ലോ എന്ന് ആലോചിച്ച് വാങ്ങി വരികയാണ്. കിലുക്കം കേട്ടിട്ട് പൊട്ടുന്ന എന്തോ ആണ് ഉള്ളിലുള്ളത്. ഞാനല്ലെങ്കിൽ എന്റെ പേരിൽ എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നത് വിച്ചുവാണ്. അപ്പൊ അതിനെപ്പറ്റി വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. കൺഫ്യൂഷൻ ഫുൾ ഉള്ളിൽ എന്താണെന്നുള്ളതിനെ പറ്റിയാണ്. വീഡിയോ എടുക്കുന്ന പൊന്നൂനും കണ്ടു നിൽക്കുന്ന സിദ്ധുവിനും ഷീലുവിനും ഉണ്ട് എന്റെ അതേ ക്യൂരിയോസിറ്റി. പെട്ടി പൊട്ടിച്ചപ്പോൾ ഉള്ളിൽ പൊട്ടുന്ന ഒന്നുമില്ല. പിന്നെ എന്താണെന്നല്ലേ, ആവേശം ഇച്ചിരി കൂടിപ്പോയതുകൊണ്ടാണോ എന്തോ അകത്തുള്ള ബോക്സ് എടുക്കാൻ ഇച്ചിരി പാടുവിട്ടു. കുറച്ചു ദിവസം മുന്നേ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശ്രീവില്ലിപുത്തൂർ പാൽക്കോവയെ പറ്റി കണ്ടിരുന്നു. സ്പോട്ടിൽ തന്നെ ഞാനത് വിച്ചുവിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അധിക യാത്രകളൊന്നും പോകുന്ന ശീലമില്ലായിരുന്നിട്ട് പോലും ഞാൻ 12th പഠിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും ശാരിയായിട്ട് ഈ ഒരു യാത്ര പോയപ്പോൾ ഈ പറയുന്ന ശ്രീവില്ലിപുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പോവുകയും അവിടുന്ന് ഈ പാൽക്കോവ കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ടേസ്റ്റ് ഇപ്പോഴും നാവിലുണ്ട്. ലൈഫിൽ ഒറ്റ തവണ കഴിച്ചിട്ടുള്ളതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തൊരു സാധനം ആയതുകൊണ്ടാണ് ഞാൻ വിച്ചുവിന് ഷെയർ ചെയ്ത് കൊടുത്തത്. എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. ഉള്ള മധുരം എല്ലാം കൂടെ കഴിച്ചിട്ടാണ് ഈ തടി കൂടുന്നതെന്നുള്ള ടോക്ക് പല വഴിയിൽ നിന്ന് കേൾക്കാറുണ്ടെങ്കിലും ഞാൻ അത്ര ബോധർ ചെയ്യാറില്ല. ഷെയർ ചെയ്ത് കൊടുത്ത റീലിന് നീട്ടിയൊരു മാത്രമാണ് വിച്ചു അയച്ചതെങ്കിലും മധുരപ്രിയായ പൊണ്ടാട്ടിക്കത് ഓർഡർ ചെയ്ത് തരുമെന്ന് ഞാനിട്ടും വിചാരിച്ചതല്ല. അങ്ങനെ ബിരിയാണി കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോറി, പാൽക്കോവ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വാവ്, അടിപൊളി ടേസ്റ്റ് ആണ്. ടേസ്റ്റിൽ എന്റെ ഓപ്പോസിറ്റ് സ്വഭാവമുള്ള എന്റെ പുത്രിക്കാണ് ഞാൻ ആദ്യം വെച്ച് നീട്ടിയത്. അവൾ അതിനോട് നോ പറഞ്ഞു. പിന്നെ എന്റെ അതേ സ്വഭാവമുള്ള മധുരപ്രിയനായ പുത്രനാണ് കൊടുത്തത്. അവൻ ഇഷ്ടപ്പെട്ടു. അപ്പൊ അത്രേ ഉള്ളൂ. വിളിച്ചൊരു താങ്ക്സ് പോലും പറയാൻ നിൽക്കാനുള്ള സാവകാശം ഞങ്ങൾക്കില്ല. ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്യാൻ നോക്കട്ടെ. അപ്പോ ബൈ.